ആരാണ് ദുർബലൻ ആരാണ് ശക്തൻ എന്നൊക്കെ മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. എന്ത് പറയാനാണ്? 45 വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ആളാണ് ഞാനിവിടെ വക്കീലാണ്. എന്ത് ദൗർബല്യത, എനിക്ക് യാതൊരു ദൗർബല്യം ഞാൻ കാണുന്നില്ല. പിന്നെ ആളുകൾക്ക് എന്തും പറയാമല്ലോ, ജയിക്കാൻ വേണ്ടി പറയാമല്ലോ. എന്ത് ദൗർബല്യം എനിക്കുള്ളത്? അവരെക്കാളും കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യം പരിചയം എനിക്കുണ്ട്. എം സ്വരാജിനെ കൊടുക്കാൻ വേണ്ടി MV ഗോവിന്ദൻ ഒരു കാര്യം പറയുകയുണ്ടായി. ഒരു ചരിത്രമാണ് CPM-ന്റെ ചരിത്രവും RSSന്റെ ചരിത്രവും. അതെന്തായാലും വലിയൊരു രാഷ്ട്രീയ വിവാദമായി. കോൺഗ്രസും UDF ഒക്കെ പണ്ട് ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ ശരിവെക്കുന്നതായിരുന്നു MV ഗോവിന്ദന്റെ പ്രഖ്യാപനം. അതിൽ യാതൊരു ഭയവും MV ഗോവിന്ദൻ കാണിച്ചിരുന്നില്ല. MV ഗോവിന്ദന്റെ വാക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു ദുർബലനായിട്ടാണ് നമ്മൾ പലപ്പോഴും അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ കോൺഗ്രസും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും കണ്ടിരുന്നത്. നമുക്കറിയാം, അദ്ദേഹം ഒരു പ്രസിദ്ധനായ ഒരു വ്യക്തി ആയിരുന്നില്ല. BJP അംഗങ്ങൾക്കിടയിൽ പോലും സുപരിചിതനല്ലാത്ത, അതായത് അന്ന് രാവിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നു, വൈകുന്നേരം പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് പിറ്റേ ദിവസം നോമിനേഷൻ കൊടുത്ത ഒരു വ്യക്തിയാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്. അപ്പോൾ അദ്ദേഹത്തിന് നേരെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ MV ഗോവിന്ദന്റെ CPM RSS ബന്ധത്തിനെ അനുകൂലിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത്. ഒരു സ്പോൺസേഡ് സ്ഥാനാർത്ഥിയല്ല താനെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കാലഹരണപ്പെടുന്ന ഒരു പാർട്ടിയിൽ നിന്നും ദേശീയ പാർട്ടിയിലേക്ക് എത്തി എന്നാണ് മോഹൻ ജോർജിന്റെ പ്രതികരണം. ചുരുക്കി പറഞ്ഞാൽ ഒരു CJP ഉണ്ട്, അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, ഉള്ളറയിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് മോഹൻ ജോർജിന്റെ പ്രതികരണം കേട്ടപ്പോൾ തോന്നിയത്. അതായത് അന്ന് സഹകരിച്ചു ഇന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു MV ഗോവിന്ദന്റെ വേറൊരു വേർഷനാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പറയുന്നത്. അത് ബന്ധത്തിന്റെ പേരിലല്ല. അടിയന്തരാവസ്ഥയ്ക്ക് എതിരെ ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതികരിച്ചത് RSSും BJPയും ഒക്കെയാണ് ആ കാലത്ത്. അപ്പം അതിനോട് എല്ലാവരും സഹകരിച്ചു, ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ സഹകരിച്ചു. അതാണ് എൻ്റെ സത്യം. അതൊരു സത്യം ഗോവിന്ദൻ മാഷ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ബന്ധത്തിൻ്റെ പ്രശ്നമല്ല. അടിയന്തരാവസ്ഥ എതിർത്തവരാണ് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ കൂടുതലും. അതാണ് എൻ്റെ സത്യം. ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് UDF സ്ഥാനാർത്ഥി ആര്യടൻ ചോക്കത്ത് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞു. അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞു. കാലങ്ങൾ എത്രയോ മാറി, സാഹചര്യങ്ങൾ മാറി. അപ്പം അത് കഴിഞ്ഞിട്ട് കോൺഗ്രസുമായിട്ട് അവർ സഹകരിച്ചില്ലേ? അപ്പോൾ എന്താ പറയാൻ പറ്റത്തില്ല? ആര്യാടൻ മുഹമ്മദ് എങ്ങനെ ജയിച്ച ഇവിടെ? ആര്യാടൻ മുഹമ്മദ് ഇവിടെ ജയിച്ച് മന്ത്രിയായില്ലേ? അത് കോൺഗ്രസുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി സഹകരിച്ചുകൊണ്ടല്ലേ? അതെന്താ അവർ കാണാത്തത്? അടിയന്തരാവസ്ഥയെ എതിർത്ത് ഇവിടുത്തെ എല്ലാ ജനാധിപത്യ ശക്തികളും ഒന്നിച്ചു. ആ കൂട്ടത്തിൽ CPM ഒന്നിച്ചു കാണും. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ പ്രതികരിച്ചതും ജയിലിൽ പോയതും RSSും BJPയും അങ്ങനെയുള്ള അന്ന് പൊതുശത്രു കോൺഗ്രസ് ആണ്. CPM ആയിട്ട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ടല്ലോ. CPM ലീഗ് സഹകരിച്ചിട്ടില്ല. CPM ആയിട്ട് ആരാ സഹകരിക്കാത്തത്? CPM എല്ലാവരും സഹകരിച്ചില്ല. ഞങ്ങൾ സഹകരിക്കത്തില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM ഞങ്ങളുടെ അവരങ്ങനെ ഞങ്ങൾ സഹകരിക്കാൻ മാത്രം ഇല്ലല്ലോ. അവർ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ എല്ലായിടത്തുള്ള പാർട്ടിയല്ലേ. ഞങ്ങൾ ഇന്ത്യയിൽ മൊത്തമുള്ള പാർട്ടിയാണ്. CPM കേരളത്തിൽ മാത്രം, പിന്നെ ബംഗാളിൽ പോയി, ത്രിപുരയിൽ പോയി. ഞങ്ങളുമായി സഹകരിച്ചു. അതിപ്പോൾ ഞങ്ങൾക്ക് സഹകരിക്കേണ്ടത് പറയാൻ പറ്റും. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ ആ ഒരു സമയത്തെ എല്ലാവരും എടുത്തു, ജനാധിപത്യ വിശ്വാസം എടുത്തു. അന്ന് ഞങ്ങളായിട്ട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. അന്ന് അതിൻ്റെ നേതൃത്വം കൊടുത്ത RSS അല്ലേ, അതിന് നേതൃത്വം കൊടുത്ത BJP അല്ലേ? അങ്ങനെ എല്ലാവരും സഹകരിച്ചു. അതാണ് അതിൻ്റെ സത്യം. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അതില്ലല്ലോ. ഇപ്പോൾ അതിൻ്റെ പ്രസക്തിയേ ഇല്ല. കാലം മാറിയില്ലേ? അത് കഴിഞ്ഞതിന് ശേഷം CPM കോൺഗ്രസുമായി സഹകരിച്ചിട്ടില്ലേ? അങ്ങനെയല്ലേ ആര്യാടൻ മുഹമ്മദ് ഇവിടെ മന്ത്രിയായത്, MLA ആയത്? ഈ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ NDA നിർത്തിയത് തന്നെ CPM-നെ സഹായിക്കാനാണെന്ന് UDF ക്യാമ്പ് ഇപ്പോൾ തന്നെ വിമർശനം ഉയർത്തുന്നുണ്ട്. ആരാണ് ദുർബലൻ ആരാണ് ശക്തൻ എന്നൊക്കെ മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. എന്ത് പറയാനാണ്? 45 വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ആളാണ് ഞാനിവിടെ വക്കീലാണ്. എന്ത് ദൗർബല്യത, എനിക്ക് യാതൊരു ദൗർബല്യം ഞാൻ കാണുന്നില്ല. പിന്നെ ആളുകൾക്ക് എന്തും പറയാമല്ലോ, ജയിക്കാൻ വേണ്ടി പറയാമല്ലോ. എന്ത് ദൗർബല്യം എനിക്കുള്ളത്? അവരെക്കാളും കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യം പരിചയം എനിക്കുണ്ട്. അവരൊക്കെ എൻ്റെ ജൂനിയേഴ്സായിട്ട് മൊബൈൽ പഠിച്ചതാണ്, ഈ അൻവർ ഉൾപ്പെടെ എല്ലാവരും. പിന്നെന്താ ദൗർബല്യം? എന്താ മനുഷ്യന് ദൗർബല്യം? എല്ലാവർക്കും ദൗർബല്യമുണ്ട്. ഈ നേതാവായി വന്നവരാരും രാജകുമാരന്മാരായിട്ട് ജനിച്ചവരൊന്നുമല്ലോ. എനിക്കറിയാം ഈ നേതാക്കന്മാരെയൊക്കെ. ഞാൻ തിരുവനന്തപുരത്ത് ലോ അക്കാഡമി പഠിച്ച, എൻ്റെ ജൂനിയേഴ്സും സീനിയേഴ്സായിട്ട് പഠിച്ച ഇവിടുത്തെ വലിയ നേതാക്കന്മാരെല്ലാം. അവരാരും വന്നപ്പോൾ വലിയ ആൾക്കാരായിട്ട് വന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഇതേപോലെ സാധാരണക്കാരായിട്ട് വരുന്നതാണ്. CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരെന്താ രാജകുടുംബത്തിൽ ജനിച്ച് രാജവാഴ്ചയിൽ ഒന്നാണോ? അല്ല. എല്ലാവരും സാധാരണക്കാരെ വന്ന് അവരുടെ ഓരോ സാഹചര്യങ്ങളനുസരിച്ച് ഓരോ രക്ഷപ്പെടും. ചിലർ രാഷ്ട്രീയത്തിൽ ചിലപ്പം അത് എല്ലാവരും അത് തന്നെയാണല്ലോ. ഞാനും അത് തന്നെയാണ്. അവരൊന്ന് ഞാനൊരു എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇവിടെ ആരും അത് പിന്നെ സാഹചര്യങ്ങളാണ്. ഞാൻ കാലഹരണപ്പെടാൻ പോകുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തനമായിരുന്നു. അത് മാറി ഞാനിപ്പോൾ ഒരു ദേശീയ വീക്ഷണമുള്ള പാർട്ടിയിൽ ചേർന്നു. ഞാനിപ്പോൾ ഒരു ശക്തമായ പാർട്ടിയുടെ വക്താവാണ്. എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് അഭിമാനമുണ്ട്.